നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. നെതർലാൻഡ്സിൽ ഭരണഘടനാ വിരുദ്ധമെന്ന് വിമർശിക്കപ്പെട്ട മുസ്ലിം വിരുദ്ധ ബില്ലുകൾ ഉപേക്ഷിച്ച് തീവ്ര വലതുപക്ഷവാദിയായ PVV പാർട്ടി നേതാവ് ഗീറ്റ് വിൽഡേഴ്സ് 2018 ഇസ്ലാമികമായ എല്ലാം നിരോധിക്കുന്ന ബില്ലുകൾ നെതർലാൻഡ്സിൽ നിർദ്ദേശിക്കപ്പെട്ടത്. ഇസ്ലാം മതത്തെ ഹിംസാത്മകമായ പ്രത്യയശാസ്ത്രമെന്ന് മുദ്രകുത്തുന്ന ബില്ലുകൾ പള്ളികളും ഖുറാനും മദ്രസകളും ശിരോവസ്ത്രം ധരിക്കുന്നതും വിലക്കിയിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ പാർട്ടിയായ ഫോർ ഫ്രീഡം എന്ന PVV പാർട്ടി സഖ്യ സർക്കാർ രൂപീകരിക്കുവാൻ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ബില്ലുകൾ ഉപേക്ഷിച്ചത്. ഭരണഘടനയിൽ അധിഷ്ഠിതമായ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് ബില്ലുകളെന്നും ഇത് ഉപേക്ഷിക്കണമെന്നും 2019 വിൽഡേഴ്സിനോട് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആവശ്യപ്പെട്ടിരുന്നു. പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് പിന്നാലെ തന്റെ മുസ്ലിം വിരുദ്ധ നിലപാടിൽ അയവുണ്ടാകില്ല എന്നായിരുന്നു വിൽഡേഴ്സ് പറഞ്ഞത്. പാർലമെന്റിൽ 150 സീറ്റുകളിൽ 37 സീറ്റുകൾ നേടിയ PVVക്ക് 39 സീറ്റുകൾ കൂടി നേടിയാലേ കേവല ഭൂരിപക്ഷം ലഭിക്കൂ. തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നേടിയ 15 പാർട്ടികളിൽ 7 സീറ്റുകൾ നേടിയ BBP മാത്രമേ PVVക്കൊപ്പം ചേരാൻ സന്നദ്ധത അറിയിച്ചിട്ടുള്ളൂ. യൂറോപ്യൻ യൂണിയൻ വിടുന്നത് സംബന്ധിച്ച റഫറൻഡവും കുടിയേറ്റം ഇല്ലാതാകുന്നതുമാണ് പ്രധാനമായും PVV തെരഞ്ഞെടുപ്പ് ആയുധങ്ങളാക്കിയത്. ഇദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ നയത്തിന് മറ്റു പാർട്ടികൾ എതിരായതിനാൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനാലാണ് അദ്ദേഹം തന്റെ തീവ്ര നിലപാടുകൾക്ക് അയവ് വരുത്തിയത്. ഇസ്ലാമാണ് തന്റെ പ്രധാന ശത്രു, നെതർലാൻഡിനെ ഇസ്ലാം വിരുദ്ധമാക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നത് പരസ്യമായി വിളിച്ചു പറഞ്ഞ നേതാവ് കൂടിയാണ് ഇദ്ദേഹം. വളരെ വലിയ വിമർശനം ഇദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഉയർന്നു വന്നിരുന്നു. പ്രവാചക നിന്ദ നടത്തിയ BJP നേതാവ് നുപുർ ശർമ്മയെ അനുകൂലിച്ചും ഇദ്ദേഹം രംഗത്ത് വന്നിരുന്നു. യൂറോപ്പിൽ ഇപ്പോൾ തീവ്ര വലതുപക്ഷവാദികൾ പിടിമുറുക്കുകയാണ്. ഇറ്റലി, ഡെൻമാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നാം അത് കണ്ടിട്ടുള്ളതാണ്. വളരെ വലിയ രീതിയിലാണ് ഇസ്ലാമോഫോബിയ ഇവിടെ പ്രചരിക്കപ്പെട്ടത്. സ്വീഡനിലൊക്കെ ഖുറാൻ കത്തിക്കുന്നത് ദിനം പ്രതിയായിരുന്നു. ഒടുവിൽ ഗൾഫ് രാജ്യങ്ങൾ ഉടക്കിയതോടെയാണ് സ്വീഡനും ഡെൻമാർക്കുമെല്ലാം അടങ്ങിയത്. അതിനുശേഷമാണ് ഇവരുടെ എല്ലാം തലതൊട്ടപ്പൻ എന്ന് വിളിക്കാവുന്ന വിൽഡേഴ്സ് നെതർലാൻഡിൽ കടുത്ത ഇസ്ലാം വിരുദ്ധ പ്രചാരണം ആയുധമാക്കി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറാൻ കഴിഞ്ഞു എന്നല്ലാതെ ഭരണം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഭരണം കിട്ടാൻ മറ്റുള്ള പാർട്ടികൾ പിന്തുണയ്ക്കണം. തീവ്ര നിലപാടെടുക്കുന്ന ഇദ്ദേഹത്തിനെ പിന്തുണയ്ക്കാൻ മറ്റു പാർട്ടികൾ മടിച്ചു നിൽക്കുന്ന വേളയിലാണ് തന്റെ നിലപാടിൽ അയവ് വരുത്തി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്.